وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. أن تقولوا إنما أنزل الكتاب على طائفتين من قبلنا وإن كنا عن دراستهم لغافلين. أو تقولوا لو أنا أنزل علينا الكتاب لكنا أهدى منهم فقد جاءكم بينة من ربكم وهدى ورحمة فمن أظلم ممن كذب بآيات الله وصدف عنها. سنجزي الذين يصدفون عن آياتنا سوء العذاب بما كانوا يصدفون. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أن تقولوا إنما أنزل الكتاب على طائفتين من قبلنا وإن كنا عن دراستهم لغافلين. ഏറെ ആദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 84-ാമത് ക്ലാസ്സിൽ 156-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. കേൾക്കാനും അറിയാനും നമ്മൾ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തി മുന്നോട്ട് പോകാനും റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. 156-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ച വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ എന്ന 155-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം ഒന്നുകൂടെ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. കാരണം പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചാണ്, തൗറാത്തിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു അവിടെ പ്രതിപാദിച്ചത്. നമ്മൾ ഓതുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യ പ്രമാണമായി നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്ന, നമ്മൾ അംഗീകരിക്കേണ്ട, നമ്മൾ കൊണ്ടു നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ ശുദ്ധമായ ഒരു ഗ്രന്ഥം, അതിന് എന്തുമാത്രം കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മൾ സമീപിക്കണം എന്നതിനെ സംബന്ധിച്ച് ഉള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത്. വളരെ പ്രസക്തമായ ഒരു വചനം കൂടെ ശ്രദ്ധിച്ചു നോക്കൂ. സൂറത്ത് യൂനുസിലെ 57-ാമത്തെ വാക്യം നമുക്ക് ഏറെ സമാധാനം നൽകുന്ന വചനമാണത്. യാ അയ്യുഹന്നാസ്
قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. മനുഷ്യരെ എന്ന അഭിസംബോധനയോട് കൂടിയിട്ട് ആരംഭിക്കുന്നു. യാ അയ്യുഹന്നാസ്, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും നിങ്ങൾക്കിതാ വന്ന് കിട്ടിയിരിക്കുന്നു. ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. മൗഇദത്തും റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സതുപദേശമാണ്. മൗഇദത്താണ്, അതാണ്, നിങ്ങൾ ഉപദേശിക്കുകയാണ്. ആർക്കാണ് ഉപദേശം ആവശ്യമില്ലാത്തത് ഈ ലോകത്ത്? അതും സതുപദേശമാണെങ്കിൽ, ഏറ്റവും നല്ല കാര്യങ്ങളെ സംബന്ധിച്ച് ഉപദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആരാണ് അത് ഇഷ്ടപ്പെടാത്തത്? മാതാപിതാക്കളുടെ അവർ നഷ്ടപ്പെടുമ്പോഴാണ് അവരുടെ സതുപദേശങ്ങൾ എന്തുമാത്രം പ്രസക്തമായിരുന്നു എന്ന് അവർ നഷ്ടപ്പെടുമ്പോ നമ്മളെ ഉപദേശിക്കാനും പറയാനും ആരുമില്ലല്ലോ എന്ന സങ്കടം അപ്പോഴാണ് നമുക്ക് അനുഭവപ്പെടുക. നേരെ മറിച്ച് നമ്മളെ മുകളിൽ നിന്ന് ഒരാള് ഉപദേശിക്കാനുണ്ടെങ്കിൽ, നമ്മൾ പറയാനുണ്ടെങ്കിൽ, നമ്മളെ തിരുത്താനുണ്ടെങ്കിൽ, നമ്മളെ ബോധ്യപ്പെടുത്താനുണ്ടെങ്കിൽ അത് ജീവിതത്തിലെന്നും അനുഗ്രഹീതമാണ്. ഇതേപോലെ നിങ്ങളെ എല്ലാ നിലക്കും നിങ്ങളെ തിരുത്താനും നിങ്ങളെ കൃത്യമാക്കാനും നിങ്ങളെ ശരിയായ വഴി നടത്താനും നിങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചമെന്താണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് തിരിയേണ്ടത്, എവിടെയാണ് നിങ്ങളുടെ കൃത്യമായ ലക്ഷ്യസ്ഥാനമുള്ളത് എന്ന് നിങ്ങൾക്ക് വേർതിരിച്ച് നൽകാനും പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ ഉപദേശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇപ്പൊ ഇത്. മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, മനസ്സുകളിലുള്ള രോഗത്തിന് ശമനമാണ്. ഏറ്റവും വലിയ രോഗം മനസ്സിലുള്ള രോഗമാണല്ലോ. ശരീരത്തിനേൽക്കുന്ന രോഗം, ശരീരത്തിനേൽക്കുന്ന മുറിവുകൾ, ശരീരത്തിനേൽക്കുന്ന ക്ഷതങ്ങൾ, അതിനൊക്കെ എന്തെങ്കിലും മാപിനികളും ലേപനങ്ങളും മരുന്നുകളും ഒക്കെ ഉപയോഗിച്ചാൽ അത് മാറിക്കിട്ടിയേക്കാം. എന്നാൽ ഇത് മനസ്സുകളിലുള്ള രോഗത്തിന് ശമനമായിക്കൊണ്ട് അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വിശുദ്ധമായ ഒരു ഔഷധം അതാണ് കേട്ടോ വിശുദ്ധ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ. എന്തെല്ലാം രോഗങ്ങളാണ് മനുഷ്യന്റെ മനസ്സുകളെ പിടികൂടുന്നത്. ആ രോഗങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് ശരീരത്തിന് ക്ഷീണം വരുന്നത്, ആ ശരീരത്തിന്റെ ആരോഗ്യം നശിക്കുന്നത്, മറ്റൊരുപാട് രോഗങ്ങൾ കടന്നു വരുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതിപരമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ശരീരത്തിന് രോഗം ബാധിച്ചാലും മനസ്സ് ക്ഷീണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ലല്ലോ, ആർക്കൊന്നും പേടിക്കണ്ടല്ലോ, കരുത്തോടുകൂടി തന്നെ നിലനിൽക്കാൻ കഴിയല്ലോ. അങ്ങനെ എത്ര ആളുകളാണ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. മരണത്തോട് മല്ലടിക്കുന്ന പല മനുഷ്യരും, ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിന്റെ, ഷാനവാസ് പേരാമ്പ്ര എന്ന നമ്മുടെ ഒരു സുഹൃത്തിന്റെ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വളരെ ആവേശപൂർവ്വം എഴുതി പോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് വായിക്കാറുണ്ട്. ഒരുപാട് രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിലായി ദിനേന എന്നോണം വലിയ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന നമ്മളൊരു സുഹൃത്തുണ്ട്, ഷാനവാസ്. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ കാണാം. അദ്ദേഹം കിടക്കുന്ന കിടക്കയിൽ ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അതിന്റെ ഓരോ വേദനകൾ അനുഭവിക്കുമ്പോൾ എഴുതിവിടുന്ന സമാശ്വാസത്തിന്റെ വചനങ്ങൾ വായിക്കുമ്പോ അത്ഭുതം തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെ സാധിക്കുമെന്നത് അത് ഇതിന്റെ കരുത്താണ്, ഈ വേദഗ്രന്ഥത്തിന്റെ കരുത്താണ്, ഇതിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ കരുത്താണ്, മറ്റൊന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കും ആവശ്യം ഇത് തന്നെയാണ്. നമുക്ക് ഈ വേദഗ്രന്ഥം നമ്മൾ പഠിക്കുന്നത് കൊണ്ട്, പാരായണം ചെയ്യുന്നത് കൊണ്ട്, ഇതിന്റെ കൂടെ നമ്മൾ പോകുന്നത് കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഉപകാരം എന്താ? നമുക്ക് കരുത്ത് നേടാൻ സാധിക്കണം ജീവിതത്തിൽ. പതറാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എത്ര വലിയ പരാജയങ്ങളാണെന്ന് തോന്നിയാലും അതിനെയൊക്കെ വിജയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ധൈര്യം കിട്ടണം. ഈ വേദഗ്രന്ഥം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട കാര്യം അതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ,
നേരത്തെ നമ്മൾ കണ്ടു, തൗറാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും അത് മാർഗദർശനമാണ്, കാരുണ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി, കാരണം തൗറാത്ത് കാരുണ്യമാണ്, അനുഗ്രഹമാണ്, മാർഗദർശനമാണ്, അങ്ങനെ ആകണമല്ലോ, അങ്ങനെ ആകാതിരുന്നുകൂടല്ലോ. പൂർവകാലങ്ങളിൽ വന്ന പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം എന്ന് പറയുന്നത് ആര് കൊടുത്തതാണ്? അള്ളാഹു നൽകിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ വേദഗ്രന്ഥങ്ങൾക്ക് എല്ലാ വേദഗ്രന്ഥവും ഹുദയും റഹ്മത്തും തന്നെയാണ്, അങ്ങനെയാകണം. പക്ഷെ അതിൽ പിൽക്കാലത്ത് വന്ന ആളുകൾ മാറ്റത്തിരുത്തലുകൾ വരുത്തി അതിനുശേഷം വന്ന വേദഗ്രന്ഥങ്ങളെ അവർ അവിശ്വസിച്ചു. അതൊക്കെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്ന വലിയ തെറ്റ് എന്ന് പറയുന്നത്. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും അല്ലാഹു ഇത് പ്രത്യേകം എടുത്ത് ആവർത്തിച്ച് പറയാ, നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്നതാണ്. കൃത്യമായ മാർഗം നിങ്ങൾക്ക് ദർശിക്കാൻ, വഴിയെന്താണെന്ന് മനസ്സിലാക്കാൻ, കാണാൻ ഉള്ള കരുത്ത് നിങ്ങൾക്ക് ഈ വേദഗ്രന്ഥം കൊണ്ട് സാധിക്കും. ഇതൊരു കാരുണ്യമാണ് കേട്ടോ, റഹ്മത്താണ് കേട്ടോ. ലിൽ മുഅ്മിനീൻ, ആർക്ക്? സത്യവിശ്വാസികൾക്ക്. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് ആരംഭിച്ച ഈ ആയത്ത് മനുഷ്യരെ ഉത്ബോധിപ്പിക്കുന്നത് സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും ആണ്, അവർക്ക് അങ്ങനെ വന്നു കിട്ടിയ ഒരു ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇതിൽ വിശ്വസിക്കണം, അള്ളാഹുവിൽ ഈമാൻ കൊള്ളണം, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഈമാൻ കൊള്ളണം, അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കണം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണ്, അവന്റെ വചനങ്ങളാണ് ഞാൻ ഓതുന്നത് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇതിനെ ഒരാൾ സമീപിക്കുന്നതെങ്കിൽ അവരോടാണ് ഈ പറയുന്നത് കേട്ടോ. അല്ലാത്തവർക്ക് എന്ത്? അവരിതിനെ സാധാരണ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പഴങ്കഥ കാണുന്നത് പോലെ, കേൾക്കുന്നത് പോലെ കേൾക്കുമെന്നല്ലാതെ അവർക്കെന്ത് മാറ്റം? അവരുടെ ഹൃദയങ്ങളിൽ എന്ത് ഇളക്കം വരാനാണ്? എന്ത് തരത്തിലുള്ള മാറ്റം സംഭവിക്കാനാണ്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോ ഈ ആയത്ത് നമ്മൾ ഏറെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതാണ്. അങ്ങനെ പഠിക്കാൻ ഇരിക്കുമ്പോഴുള്ള എന്നൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم وما اجتمع قوم في بيت من بيوت الله يتلون كتاب الله ويتدارسونه بينهم إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده. ഈ ഹദീസ് നിങ്ങൾ എല്ലാവരും കേട്ടതാണ്, എനിക്കറിയാം. പക്ഷെ ഇതൊന്ന് നേരിട്ട് കാണുകയും നിങ്ങളതിന് കൃത്യമായി അതിന്റെ വാക്കർത്ഥങ്ങൾ മനസ്സിലാക്കി പോവുകയും ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്നുള്ള നിലയ്ക്ക് വീണ്ടും ആവർത്തിച്ചതാണ് ഇവിടെ. അല്ലാതെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് അറിയല്ല. നമ്മൾ എപ്പോഴും ഖുർആൻ ക്ലാസ് കേൾക്കാൻ പോയാല്, ULS സംഗമത്തിൽ പങ്കെടുക്കാൻ പോയാല്, ഖുർആനുമായിട്ടുള്ള എന്ത് വിഷയങ്ങളിൽ നമ്മൾ സംസാരിച്ചാലും ഈ ഒരു ഹദീസ് പണ്ഡിതന്മാർ പറയാതിരിക്കില്ല. അപ്പൊ അത്രമാത്രം പ്രാധാന്യമുള്ളൊരു ഹദീസായത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. എന്താണിത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുറച്ച് ആളുകള് അള്ളാഹുവിന്റെ ബൈത്തിൻ മിൻ ബുയൂത്തില്ല, അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നിട്ട് ഇരുന്നു. അള്ളാഹുവിന്റെ വീട്, അള്ളാഹുവിന്റെ പള്ളികളാണല്ലോ അള്ളാഹുവിന്റെ ഭവനങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ചെന്നിരുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യാണ്. യത്ലൂന കിതാബ് അല്ലാഹ്, തിലാവത്ത് നടത്തുന്നു. വയതദാറസൂനഹു ബൈനഹും, ആ ഗ്രന്ഥത്തെ അവർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് മിണ്ടിപ്പറഞ്ഞ് അതിന്റെ ആശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുക, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ കിതാബിനെ സംബന്ധിച്ചാണ്, ആയത്തുകളെ സംബന്ധിച്ചാണ്, അതിന്റെ അർത്ഥങ്ങളെ സംബന്ധിച്ചാണ്, ആശയത്തെ സംബന്ധിച്ചാണ് അവർ പറയുന്നത്, സംസാരിക്കുന്നത്. അങ്ങനെയുള്ളൊരു വിഭാഗമാണ് ഇവര്. അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ അവർ ഒരുമിച്ച് കൂടാറുണ്ട്, വേദഗ്രന്ഥം പാരായണം ചെയ്യാറുണ്ട്. ആ വേദഗ്രന്ഥത്തിന്റെ
പഠനത്തിൽ അവർ മുഴുകാറുണ്ട്. അത് പരസ്പരം ചർച്ച ചെയ്യാനും അതിനെ സംബന്ധിച്ച് സംസാരിക്കാനും ഒക്കെ അങ്ങനെ ഒരുമിച്ച് കൂടുന്ന ആളുകളാണ് എങ്കിൽ ഇല്ലാ നസറത്ത് അലൈഹിമു സക്കീന, അവരിൽ സക്കീനത്ത് ഇറങ്ങാതിരിക്കില്ലട്ടോ, അവരിൽ സക്കീനത്ത് ഇറങ്ങാതിരിക്കില്ലട്ടോ. സമാധാനവും ശാന്തതയും സ്വസ്ഥതയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ സക്കീനത്ത്, ആ സമാധാനം, ആ ശാന്തത അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് ഈ ഖുർആൻ നൽകിയ ഒരു മഹാവർഷമാണ്, ഒരു പെയ്ത്ത്, നല്ല ഒരു അനുഗ്രഹത്തിന്റെ മഴയാണ് അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. വഗശിയത്തുഹുമുർ റഹ്മ, അവരെ കാരുണ്യം പൊതിഞ്ഞിട്ടുണ്ട്. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരുടെ ചുറ്റും കൂടി നിൽപ്പുണ്ട്. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹുവിന്റെ അടുക്കലുള്ളവരോട് അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ആളുകളെ സംബന്ധിച്ച്. ഇവിടെ ഒരുമിച്ച് കൂടി അവന്റെ വേദഗ്രന്ഥം പാരായണം ചെയ്ത് പഠിച്ച് അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന, പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ആളുകളെ, ആ കൗമിനെ, ആ ഒരു വിഭാഗത്തെ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. ആ ഇഷ്ടം തന്റെ ചുറ്റുമുള്ളവരോട് അഥവാ മറ്റു മാലാഖമാരോടും അവന്റെ ചുറ്റുമുള്ള മറ്റ് വേറെ ആരെങ്കിലും അടിമകളുണ്ടെങ്കിൽ അവരൊക്കെ അള്ളാഹു പറയുന്നു. അള്ളാഹുവിന്റെ മാലാഖമാർ തന്നെ പ്രധാനം അവരോട് പറയുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ മലക്കുകൾ അവരെ പൊതിഞ്ഞ് അവർക്ക് റഹ്മത്ത് കിട്ടി, സമാധാനം കിട്ടി. ഇങ്ങനെയൊക്കെ പ്രത്യേകതയാണ് ഈ വേദഗ്രന്ഥത്തിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോ എന്നാണ്. ഇത് പറയാനും വേറെ ചില കാരണങ്ങളുണ്ട്. നമ്മൾ ഈ സൂറത്തിന്റെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ക്ലാസ്സും കൂടെ കഴിഞ്ഞാൽ അവസാനിക്കും. ഇത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രൂപത്തിലൊക്കെ അത് മോദിമോലയാണോ എന്ന് ചോദിച്ചത്. മോദിമോലയാണ്. മോദിമോലിനെ ഒന്ന് ഓർക്കാൻ ഒരവസരം എന്നുള്ള നിലക്ക് അദ്ദേഹം ഇവിടെ നമ്മുടെ കുവൈത്തിലെ പള്ളിയിൽ നടത്തിയ ക്ലാസ്സാണ്. ചെറിയ മക്കൾക്ക് ഹിഫ്ള് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു. അതിന്റെ ഒരു ഫോട്ടോ ബോധപൂർവം എടുത്തിട്ടതാണ്. നമുക്കത് ഓർക്കാനും, അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു പുണ്യകർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ. അപ്പൊ അത് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്ന വലിയ അവസരമാണല്ലോ. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള സദസ്സുകളൊക്കെ ഏറെ ഇഷ്ടപ്പെടുകയും അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്ത ഒരു മഹാമാനുഷിയായിരുന്നു അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ശരി, അപ്പൊ അത്ര പ്രാധാന്യമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ആ ഹദീസും കൂടെ അവിടെ കൊണ്ടുവന്നത്. ഇനിയും കഴിഞ്ഞില്ല. ഈ ഖുർആനെ സംബന്ധിച്ച് അള്ളാഹു തന്നെ പറഞ്ഞ വേറൊരു കാര്യം നേരത്തെ നിങ്ങൾ കേൾപ്പിച്ചതാണ്. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും ഫലാ തഅഖിലൂൻ എന്ന സൂറത്തുൽ അംബിയായിലെ 10-ാമത്തെ ആയത്ത്. നിങ്ങൾക്കിതാ ഒരു വേദഗ്രന്ഥം അവതരിച്ച് കിട്ടിയിരിക്കുന്നു. ഫീഹി ദിക്റുക്കും, അതിൽ നിങ്ങളുടെ ദിക്റുണ്ട്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന ആയത്ത് നമ്മൾ പറഞ്ഞു പോയതാണ്. പക്ഷെ ഇവിടെ അവസരോചിതമായി നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതാണ്. ഇതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഫീഹി ശറഫുക്കും വഫഖറുക്കും വർത്തിഫാഉക്കും എന്ന് അതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഷറഫ്, നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആദരവും ബഹുമാനവും, നിങ്ങളുടെയൊക്കെയുള്ള അംഗീകാരം, നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള വകണ്ട്, നിങ്ങളുടെ ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ള മെച്ചങ്ങൾക്കും ഒക്കെ ഈ വേദഗ്രന്ഥം ഏറെ അനുഗ്രഹീതമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫീഹി ദിക്റുക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൽ നിങ്ങൾക്ക് ഓർക്കാനും നിങ്ങൾക്ക് പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന ഒരുപാട് സംഗതികൾ ഈ ഒരു വേദഗ്രന്ഥത്തിലുണ്ട് എന്നാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. ഫീഹി ദിക്റുക്കും, നിങ്ങൾക്ക് അതിൽ ദിക്റുണ്ട്, നിങ്ങളെ ഓർമ്മിക്കാനുള്ള ഒരുപാട് സംഗതികളാണ് എന്ന് ആണല്ലോ അതിന്റെ അർത്ഥം. ഇതിന് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ദക്കറാൻ എന്ന് പറഞ്ഞുണ്ട്. ആ അർത്ഥത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ഫീഹി ദിക്റുക്കും, ഈ വേദഗ്രന്ഥത്തിൽ നിങ്ങളെപ്പറ്റി പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ വ്യക്തിത്വം എന്താണെന്നും നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത് എന്നും നിങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശം ഈ വേദഗ്രന്ഥത്തിലുണ്ട് എന്ന് ആണ് ചില പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. നമുക്കത് തോന്നാം,
നമുക്കങ്ങനെ തോന്നാൻ സാധിക്കും. നമ്മൾ ഈ പരിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ പാരായണം ചെയ്തു പോകുമ്പോ അത് എന്നോട് പറയുന്നതാണല്ലോ, അത് എന്നെ പറ്റി പറഞ്ഞതാണല്ലോ, അത് എന്നെ നേരാക്കാനുള്ള ചില സംഗതികളാണല്ലോ എന്ന് നമുക്ക് തോന്നത്തക്ക വിധത്തിലുള്ള ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകാറില്ലേ? ഫീഹി ദിക്റുക്കും, നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ നിങ്ങളുടെ സ്വഭാവവും പ്രകൃതവും പെരുമാറ്റവും നിങ്ങളെ പറ്റി എല്ലാം ഈ വേദഗ്രന്ഥത്തിൽ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കട്ടോ എന്ന് പറയുമ്പോ ഈ വേദഗ്രന്ഥം നമ്മളോട് എന്തുമാത്രം ഒട്ടി നിൽക്കുന്നു, നമ്മളോട് അടുത്തു നിൽക്കുന്നു, നമ്മളുമായി എത്രമാത്രം ഇണങ്ങി നിൽക്കുന്നു എന്നുകൂടെ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരായത്ത് ഇവിടെ സൂചിപ്പിച്ചത്. കഴിഞ്ഞില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കൂടെ കേൾപ്പിക്കേണ്ടതുണ്ട്. قال أنس رضي الله عنه أن رسول الله صلى الله عليه وسلم قال إن لله أهلين من الناس. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്, അല്ലാഹുവിന് ചില അഹ്ലുകാരുണ്ട്. അഹ്ലുകാർ എന്ന് നമ്മൾ സാധാരണ സ്വന്തക്കാരെന്നല്ല പറയാ, അതിന്റെ അഹ്ലുകാരാണ് എന്നൊക്കെ പറഞ്ഞാല് എന്റെ സ്വന്തക്കാരാണെന്നല്ലോ അതിനർത്ഥം. അങ്ങനെ ജനങ്ങളിൽ നിന്ന് ചില സ്വന്തക്കാരായിട്ടുള്ള ആൾക്കാര്, പ്രത്യേകക്കാരായിട്ടുള്ള ചില ആൾക്കാര് അള്ളാഹുവിനുണ്ട്. അവരാരായിരിക്കും? സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകുമല്ലോ. ഖാലൂ യാ റസൂലല്ലാഹ് മൻഹും, സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, അള്ളാഹുവിന്റെ ദൂതരെ, മൻഹും അവരാരാണ്? ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസത്തുഹു, അവര് അഹ്ലുൽ ഖുർആനാണ്, ഖുർആന്റെ ആൾക്കാരാണ്. ഖുർആനുമായിട്ട് വല്ലാത്ത ബന്ധമാണ് അവർക്ക്. ഖുർആൻ പാരായണവും പഠനവും അതിന്റെ വിഷയങ്ങളും അതിലൂടെ ഉള്ള ഒരു യാത്രയൊക്കെയാണ് അവർക്ക് പ്രധാനം. അഹ്ലുല്ലാഹ്, അവരാണ് അള്ളാഹുവിന്റെ അഹ്ലുകാർ. വഖാസത്തുഹു, അവന്റെ പ്രത്യേകക്കാരും അവരാണ്. അള്ളാഹുവിന്റെ പ്രത്യേകക്കാരെന്ന് പറയുന്ന, അള്ളാഹുവിന്റെ അഖിലുകാരെന്ന് പറയുന്ന, അള്ളാഹുവിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ ആരാണ്? ഈ വേദഗ്രന്ഥം അതിന്റെ പിന്നാലെ അതിന് ചുറ്റിപ്പറ്റി അതൊരു വിഷയമായിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നാണ്. ഇതിലൊരു ഒരു വചനം കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമ വയളഉ ബിഹി ആഖരീൻ. ഈ കിതാബ് കൊണ്ട് അള്ളാഹു കുറെ ആളുകളെ ഉയർത്തുന്നതാണ്. വയളഉ ബിഹി ആഖരീൻ, വേറെ ചില ആളുകൾ താഴോട്ട് പോകുന്നതാണ്. ഈ വേദഗ്രന്ഥം പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിന്റെ പിന്നാലെ പോകുമ്പോ കുറെ ആളുകൾ അതിങ്ങനെ പോകും, ആ സമൂഹം ഉന്നതിയിലെത്തും, ആളുകൾ ഉന്നതിയിലെത്തും, അങ്ങനെ ഉന്നതിയിലേക്ക് പോകും. എന്നാൽ ഇതിനെ കണ്ടു, കേട്ടു, അറിഞ്ഞു, പക്ഷെ ഉൾക്കൊണ്ടില്ല, മനസ്സിലാക്കിയില്ല, എതിരായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരെങ്ങനെ വഴിപേച്ച് പോകുന്ന സ്വഭാവമുണ്ട്. വേറെ ചില ആളുകൾ അങ്ങനെയുണ്ട്. അള്ളാഹു നമ്മ് ഈ വേദഗ്രന്ഥം അതിനെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും ഉന്നതി പ്രാപിക്കുന്ന അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിന്റെ ആളുകളെന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ ആ പ്രത്യേകക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനെ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞ ഓരോ വാക്ക് നമ്മൾ പറഞ്ഞുപോയി, മുബാറക്കും അനുഗ്രഹീതമാണ് എന്ന് പറഞ്ഞല്ലോ. എന്തുമാത്രം അനുഗ്രഹീതമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രക്ഷിതാവാണ് അള്ളാഹു. നമുക്ക് ഇവിടെ ഈ ലോകത്ത് നമുക്ക് രക്ഷിതാക്കളുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ. ആ രക്ഷിതാക്കൾ നമുക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ നൽകുന്നുണ്ട്, നമുക്ക് ആവശ്യമായ വിജ്ഞാനം നൽകുന്നുണ്ട്, മറ്റെല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസവും അവർ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്, സംശയമല്ല. എന്നാൽ ഒരുപക്ഷെ നമുക്ക് പഠിപ്പിക്കേണ്ട കൃത്യമായ ജ്ഞാനങ്ങൾ, മൂല്യങ്ങൾ അത് ഒരുപക്ഷെ പഠിപ്പിക്കാൻ മറന്നുപോയാലോ?
സന്ദർഭോചിതമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുള്ള അവസരങ്ങൾ ഇല്ലാതായി പോയാലോ? ഇങ്ങനെയൊക്കെ സംഭവിക്കാലോ. ഇല്ലാത്തത് കൊണ്ടോ, മാറി നിൽക്കുന്നത് കൊണ്ടോ, മറ്റേതെങ്കിലും സ്ഥലങ്ങളിലായതുകൊണ്ടോ അവരുടെ സാന്നിധ്യം ഇല്ലാതെ പോകാലോ. എന്നാൽ നമ്മൾ മറക്കുമ്പോഴും നമ്മൾ അശ്രദ്ധയിലാകുമ്പോഴും നമ്മളോട് കരുണ കാണിക്കുന്ന രക്ഷിതാവാണ് മുബാറക്കുൻ എന്ന് പറയുന്നത്. നമ്മൾ മറന്നാലും നമ്മൾ അശ്രദ്ധയിലായാലും അള്ളാഹു നമുക്ക് കരുണ ചെയ്തുകൊണ്ടേയിരിക്കും, ചിത്രത്തോന്നുകൊണ്ടേയിരിക്കും. ഓരോ യുഗത്തിലും പുതിയ പുതിയ പ്രവാചകന്മാരെ അള്ളാഹു അയച്ചു. ഓരോ കാലഘട്ടത്തിലും അള്ളാഹു പുതിയ പുതിയ പ്രവാചകന്മാരെ അയച്ചു. ആ കാലഘട്ടത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ശരിയായ വഴിയിലേക്ക് അവർക്ക് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി പ്രവാചകന്മാർ വന്നു, വേദഗ്രന്ഥം അവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ സംവിധാനം എന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹു നൽകിയ വളരെ പവിത്രമായ അനുഗ്രഹീതമായ ഒരു വേദഗ്രന്ഥമാണ് നമ്മുടെ കൈകളിലുള്ളത്. ആ വേദഗ്രന്ഥം നമ്മെ എല്ലാം ഓർമ്മപ്പെടുത്തുന്നു, ഒന്നും വിട്ടുപോയിട്ടില്ല. നമ്മള് പലരും മറന്നു പോകാം. നമ്മളെ ഓർമ്മപ്പെടുത്താനുള്ള ആളുകൾ, നമ്മളെ ഏൽപ്പിച്ച ആളുകൾ തന്നെ നമ്മളെ ഓർമ്മിപ്പിച്ചില്ല എന്ന് വന്നേക്കാം. എന്നാൽ ഈ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസിക്ക് എല്ലാം ഓർക്കാനും മനസ്സിലാക്കാനും അവനെ സംബന്ധിച്ച് സാധ്യമാകുന്നു. അതാണ് ഈ ആവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഖുർആനിലുള്ള പല സംഗതികളും ആവർത്തനങ്ങളായി വരുന്നുണ്ടല്ലോ. അങ്ങനെ പോകുമ്പോ ഇത് നമുക്ക് വലിയ അനുഗ്രഹമാണ്, അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ്. നമുക്ക് ഒരു അനുഗ്രഹമായിട്ട് ബർക്കത്തായിട്ട് ഈ ഗ്രന്ഥം നമുക്ക് അനുഭവപ്പെടണം. എന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞാല്? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയിൽ അത് ബർക്കത്ത് ഉണ്ടായാൽ അത് കുറച്ചുണ്ടെങ്കിൽ കൂടുതലായിട്ട് അനുഭവപ്പെടും. കൂടുതലുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഉപകാരപ്പെടുന്ന വിധത്തിൽ ആയിത്തീരും. ഇതിനാണല്ലോ ബർക്കത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോ ഈ വേദഗ്രന്ഥത്തിലെ ഓരോ ആയത്തുകളും, അത് ചെറിയ ചെറിയ ആയത്തുകളാണെങ്കിൽ പോലും അത് ബർക്കത്താണ്. ചെറിയതല്ല, അത് വലിയതാ. കേവലം ചെറുതെന്ന് നമുക്ക് അതിന്റെ വലിപ്പം നോക്കിയിട്ട് മറ്റു ഗ്രന്ഥങ്ങൾ അപേക്ഷിച്ച് ഇതിനേക്കാൾ വലിയ പുസ്തകങ്ങൾ ലോകത്തെമ്പാടുണ്ട്. വേദഗ്രന്ഥങ്ങൾ തന്നെ ഇതിനേക്കാൾ കൂടുതൽ വചനങ്ങൾ ഉള്ളവയുണ്ട്. അതേപോലെ മറ്റൊരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ലോകത്ത് ഇതിനേക്കാൾ കൂടുതൽ പേജുകൾ ഉള്ളത്. അപ്പൊ വലിപ്പം നോക്കുമ്പോ ചെറുതാണെങ്കിലും ഇതിന്റെ അർത്ഥത്തിൽ, ഇതുണ്ടാക്കുന്ന അനുഗ്രഹത്തിൽ, ഇതിന്റെ ബർക്കത്തിന്റെ കാര്യത്തിൽ ഇത് ഒരിക്കലും അവസാനിക്കാത്ത, ബർക്കത്തൊരിക്കലും അവസാനിക്കാത്ത ഒരു ഗ്രന്ഥമാണ്. എന്നാ പണ്ഡിതന്മാർ പറഞ്ഞത്. ഓരോ ദിവസവും ഈ ഖുർആൻ അതിന്റെ അത്ഭുതങ്ങൾ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരാള് വായിക്കുമ്പോ ഒരർത്ഥം അയാൾക്ക് കിട്ടി. വേറൊരാള് വായിക്കുമ്പോ അയാൾക്ക് വേറൊരു അർത്ഥമാണ്, പുതിയൊരാശയമാണ് അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ നിരക്കാത്ത അനുഗ്രഹത്തിന്റെ പ്രവാഹമായി ലോകാവസാനം വരെ നിലനിൽക്കേണ്ട ഒരു വേദഗ്രന്ഥമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അപ്പോ ഇങ്ങനെ നോക്കുമ്പോ ഏത് പ്രശ്നങ്ങളെയും അതിജയിക്കത്തക്ക വിധം ഈ വിശുദ്ധ ഗ്രന്ഥം എന്നും നമ്മുടെ മുമ്പിൽ ധ്യാനിച്ചു നിൽക്കുകയാണ്, ഉയർന്നു നിൽക്കുകയാണ്. പ്രവാചകന് ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അദ്ദേഹം നേരിടേണ്ടി വന്നത്. എന്നാൽ ആ പ്രശ്നങ്ങൾക്ക് നടുവിൽ ഈ വേദഗ്രന്ഥം വന്നു നിൽക്കുമ്പോ ആ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ലാതായി മാറുകയാണ്. ആ പ്രശ്നങ്ങളെയും അനുഗ്രഹത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഈ വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് പറഞ്ഞു പോയാല് അവസാനിക്കില്ല. നമ്മുടെ മുമ്പിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും അടുത്ത ആയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് പ്രവേശിക്കുന്നു. 156 ആയത്ത്. أن تقولوا إنما أنزل الكتاب على طائفتين من قبلنا وإن كنا عن دراستهم لغافلين. ഞങ്ങളുടെ മുമ്പുള്ള രണ്ട് വിഭാഗങ്ങൾക്ക് മാത്രമേ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അവർ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി ഞങ്ങൾ തീർത്തും ധാരണയില്ലാത്തവരായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം എന്നതിനാലാണ് ഈ ഗ്രന്ഥം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്
എന്തിനാ ഖുർആൻ തന്നത് എന്ന് മുശ്രിക്കുകളോട് ഉള്ള അഭിസംബോധന. അവിടെയുള്ള ആളുകളോട് അന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകളോട് അതിന്റെ കാരണം പറയുന്നത് എന്തിനാണെന്നറിയാം നിങ്ങൾക്ക് തന്നത്, ഈ ഗ്രന്ഥം തന്നത്. നിങ്ങൾ പറയും നേരത്തെയുള്ള രണ്ട് വിഭാഗങ്ങൾക്ക്, അഥവാ അഹ്ലു കിതാബികളിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങൾക്ക് മാത്രമാണ് വേദഗ്രന്ഥം നൽകപ്പെട്ടത്. അത് വായിച്ചു പഠിക്കാന് ഞങ്ങൾക്ക് തീർത്തും ധാരണ ഉണ്ടായിരുന്നു. അന്തിറാസത്തിഹില്ല വാഫിലി, ഞങ്ങൾ ധാരണയില്ലാത്തവരായിരുന്നു, അശ്രദ്ധാലുക്കളായിരുന്നു, ധാരണയില്ലാത്തവരായിരുന്നു എന്ന് പറഞ്ഞാല് ഒന്നേലും വായിക്കാൻ അറിയില്ലായിരുന്നു. ഹിബ്രു ഭാഷയിലാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷകളിലാണെന്നുള്ളത് ഞങ്ങൾക്ക് പരിചിതമല്ലാത്ത ഭാഷയാണ്. അങ്ങനെ ഞങ്ങളത് പഠിക്കേണ്ടവരാണ് എന്നുള്ള ധാരണ ഞങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു ഒഴിവാകാനുള്ള സാധ്യതകളുണ്ട്. അതില്ലാതിരിക്കാനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിലിതാ ഒരു വേദഗ്രന്ഥം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. അടുത്ത ആയത്ത് أو تقولوا لو أن أنزل علينا الكتاب لكنا أهدى منهم, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ന്യായം പറയും. എന്താണ്? ഞങ്ങൾക്കൊരു വേദഗ്രന്ഥം അവതരിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അവരെക്കാൾ സന്മാർഗികളാകുമായിരുന്നു, അവരെക്കാൾ നല്ലവരാകുമായിരുന്നു. ഞങ്ങൾ അഹ്ദാ മിൻഹും എന്നാണ്, അവരെക്കാൾ ഹിദായത്ത് നേടിയവർ. അഹ്ദാ എന്നാൽ ഏറ്റവും വലിയ സന്മാർഗികൾ, മിൻഹും അവരെക്കാൾ. ഞങ്ങൾക്കൊരു കിതാബ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഉള്ള ആളുകളൊന്നും ആകുമായിരുന്നില്ല. ഞങ്ങളങ്ങനെ ജാഹിലിയ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഉണ്ടാകുമായിരുന്നില്ല. ഞങ്ങൾ അതിനേക്കാളൊക്കെ ജാഹിലിയത്തിൽ നിന്നൊക്കെ കരകാലിട്ട് ഇവരെക്കാളൊക്കെ മെച്ചപ്പെട്ട സമുദായമായി ഞങ്ങൾ മാറുമായിരുന്നു എന്ന് നിങ്ങൾ പറയാനുള്ള സാധ്യത ഉണ്ട്. ഫഖദ് ജാഅക്കും ബയ്യിനത്തും മിർ റബ്ബിക്കും വഹുദൻ വറഹ്മ, അതുകൊണ്ട് ഇതാ നിങ്ങൾക്ക് ബയ്യിനത്ത് വന്നിരിക്കുന്നു, ഹുദ വന്നിരിക്കുന്നു, റഹ്മത്ത് വന്നിരിക്കുന്നു. വീണ്ടും അല്ലാഹു ആവർത്തിക്കാണ്, ബയ്യിനത്തുൻ വ്യക്തമായ പ്രമാണമാണ്, ബയ്യിനത്തുൻ വ്യക്തമായ പ്രമാണം. ഈ വേദഗ്രന്ഥം ബയ്യിനത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബയ്യിനത്താണ്. പ്രവാചകൻ കൊണ്ടുവരുന്ന മോചിതത്തുകളൊക്കെ ബയ്യിനത്താണ്, വ്യക്തമായ പ്രമാണങ്ങളാണ്. നിങ്ങൾക്കിതാ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ ഇതാ എത്തിപ്പെട്ടിരിക്കുന്നു. ഇത് നേർമാർഗമാണ്, കാരുണ്യമാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുക. അപ്പൊ രണ്ടാമത് നിങ്ങൾ പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് ഒരു കിതാബ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാൾ നല്ലവരാകുമായിരുന്നു എന്നും നിങ്ങൾ പറഞ്ഞേക്കാം. പറഞ്ഞിട്ടുണ്ടവര്, പറഞ്ഞതായിട്ടുള്ള ഭാഗങ്ങൾ വേറെ ചില സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഒന്ന് അവസാനിപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കിയ ആളുകളെക്കാൾ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്തതിനേക്കാൾ. സദഫ എന്ന വാക്ക് നേരത്തെ വന്നതാണ്, നമ്മൾ വിശദീകരിച്ചു പോയതാണ്. തിരിഞ്ഞു കളഞ്ഞു എന്നാണ്. അങ്ങനെ തിരിഞ്ഞു കളഞ്ഞതിന്റെ കാരണത്താൽ, അള്ളാഹുവിന്റെ തെളിവുകളിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞതിന്റെ കാരണത്താൽ പ്രതിഫലമായവർക്ക് ശിക്ഷ നൽകപ്പെടുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2 മിനിറ്റ് കഴിഞ്ഞ് 3 മിനിറ്റ് കഴിഞ്ഞ് കട്ടാവുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിന്റെ സമയം ആ സമയത്ത് കഴിയും. അതുകൊണ്ട് പിന്നീട് ആരും കയറേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് അത് ഇത് ഇപ്പോഴത്തെ നമ്മളുടെ 40 മിനിറ്റിന്റെ ഒരു പാക്കേജ് ആണെന്നാണ് മനസ്സിലായത്. ഇത് അടുത്ത റെഡി കഴിയുമ്പോൾ മാത്രമാണ് സമയം കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ശരി, അപ്പൊ ഏതായിരുന്നാലും ഈ രണ്ടായത്തുകളിൽ പറഞ്ഞത് എന്തിനാണ് വേദഗ്രന്ഥം നൽകപ്പെട്ടത്, എന്ത് കാരണത്താലാണ്? എന്ത് കാരണം? രണ്ടെണ്ണാണ്. ഒന്ന് നിങ്ങൾ ഇങ്ങനെ പറയും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയും. അതില്ലാതിരിക്കാനാണ് ഈ ഒരു വേദഗ്രന്ഥം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഇതൊരു സ്ഥിരം ഒഴിഞ്ഞു മാറ്റത്തിന്റെ സംസാരമാണ്. ഒരു രക്ഷപ്പെടാനുള്ള വഴികൾ തേടുന്ന കാര്യങ്ങളാണ്. മനുഷ്യരെങ്ങനെയാണല്ലോ, ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സക്കാത്ത് കൊടുക്കുകയായിരുന്നു, കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞ് കാശുണ്ടായാലോ സക്കാത്ത് കൊടുക്കില്ല, സദക്ക പോലും കൊടുക്കില്ല, ഒന്നും ചെയ്യില്ല. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ടല്ലോ. അങ്ങനെ ഓരോ അവസരങ്ങൾ വരുമ്പോ ഒന്ന് കിട്ടിയാൽ ഞാൻ ഒരുപാട് ചെയ്യുമായിരുന്നു, അങ്ങനെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു നന്മ ചെയ്യാത്ത ആളുകൾ അങ്ങനെ കുറെ ഉണ്ടല്ലോ, അങ്ങനെ ഉത്തരവുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ സംസാരം പോലെയുള്ള ഒരു സംസാരമാണ്. അതൊരു ഉദാഹരണത്തിന് സൂറത്തുൽ ഫാത്തിറിലെ 42-ാമത്തെ വചനം, സൂറത്തുൽ ഖിയാമിലെ
31, 32 വചനങ്ങൾ സൂറത്തുൽ അൻആമിൽ തന്നെ പറഞ്ഞ് 26-ാമത്തെ ആയത്തൊക്കെ വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് സൂറത്തുൽ ഫാത്തിറിലെ 42-ാമത്തെ വചനത്തിൽ അവർ ആയിട്ട് പറയുന്നതാണ്, അവർ വല്ലാതെ സത്യം ചെയ്ത് പറയുന്നതാണ്. എന്താ പറയുന്നത്? ഞങ്ങളുടെ അടുക്കൽ ഒരു താക്കീതുകാരൻ വരുന്ന പക്ഷം ഞങ്ങൾ ഏതൊരു സമുദായങ്ങളെക്കാളും സന്മാർഗം പ്രാപിക്കുന്നവരാകുമായിരുന്നു എന്നവർ പറയുമായിരുന്നു എന്നാണ്. അപ്പൊ ഇതൊരു അടവാണ്, ഒരു തരത്തിലുള്ള സംസാരമാണ്. അപ്പൊ അതിന് വിലയില്ല, കാര്യമില്ല എന്നാണ് ഈ രണ്ടായത്തുകളും പഠിപ്പിക്കുന്നത്. ഈ ആശയം നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്. അള്ളാഹു കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു നിന്ന് അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ സ്വാലിഹായ ആഗ്രഹങ്ങളും നമുക്ക് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. അള്ളാഹു പരിശുദ്ധ ഖുർആനിന്റെ ആളുകളായി ജീവിതാവസാനം വരേക്ക് നിലനിൽക്കാൻ ഇതിന്റെ പഠനവും ഇതിന്റെ ചിന്തയും ഇതിന്റെ പ്രചരണവും ഇതിന്റെ ജീവിതം പകർത്താനുള്ള കാര്യങ്ങളും ഒക്കെയായി നല്ലപോലെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ജസാക്കുമുല്ലാഹു ഖൈർ.